ഹോട്ടൽ സായി പ്രകാശ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മളിപ്പോൾ സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ റൂമിലോട്ടുള്ള പോകാനുള്ള തയ്യാറെടുപ്പാണ്. ബാക്കി റൂമിൽ ചെന്നിട്ട് കാണാം. റൂമൊക്കെ അലങ്കോലമാണ്, എന്നാലും അത്യാവശ്യം 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റിയ റൂമും ഡ്രസ്സൊക്കെയാണ്. AC നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റുമാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. നമ്മൾ പൈസ ലാഭിക്കാൻ വേണ്ടി സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. ഞങ്ങളിപ്പോ വെഡിങ് കിടന്നുറങ്ങേണ്ട സമയമാണ്, പക്ഷെ വി ഹാവ് ടു ലാഭിക്കാൻ. ശില്പയാണ് ഞങ്ങളുടെ ഗൈഡ്. പഴം ഞങ്ങൾ മേടിച്ച് അതിന് 60 രൂപ ഡസനാണ്. 60 രൂപ കേട്ടോ. നടക്കൂ അടുത്ത രൂപ. ഞങ്ങള് പയ്യെ റൂമിലോട്ട് തന്നെ ചരിക്കണേ. ക്രിസ് എന്റെ കൂടെ ഉണ്ട്. ചൂടല്ലേ? അപ്പൊ നമുക്ക് ഇനി റൂമിൽ ചെന്നിട്ട് കാണാം. ഫുഡാണ്. താറാവുണ്ട്. താറാവ് ഞാൻ ഓൾറെഡി കഴിക്കില്ല. നല്ല സൂപ്പർ അവിയല്, ക്യാബേജ്, ചെമ്മിപ്പൊടി. സൂപ്പർ സൂപ്പർ ഫുഡ്.
ബഞ്ചാറി ഹിൽസ് എന്ന് പറയും. ഇപ്പൊ സെലിബ്രിറ്റികളൊക്കെ താമസിക്കുന്ന അല്ലൂർജുനും അങ്ങനെ വലിയ സെലിബ്രിറ്റികൾ താമസിക്കുന്ന ഏരിയയാണ്. അവിടുന്ന് മാൻ പവറിൽ അടിച്ചു കൊണ്ടുവരുന്ന വെള്ളം സ്റ്റോറേജ് ചെയ്യുന്ന ടാങ്കുകൾ ഇവര് പഴയ പാലസ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ടുണ്ടാവും. 5:30 മണിയാകുമ്പോൾ ഷാർപ്പ് വണ്ടി തിരിച്ചെത്തണം. ഇപ്പം 3:45 ഷാർപ്പ് 5:30 മണിയാകുമ്പോഴേക്കും തിരിച്ചു. കയറാൻ കഴിയുന്നവർക്ക് കയറാം, അല്ലാത്തവർക്ക് താഴെ അവിടെ വെയിറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് ഒരുമിച്ച് കയറിയാവും. അപ്പം നമ്മൾ ഇപ്പോൾ ഗോൽക്കൊണ്ട ഫോർട്ടിൽ എത്തിയിരിക്കുവാണ്. ഇപ്പോൾ ഗോൽക്കൊണ്ട ഫോർട്ടിനെ പറ്റിയൊരു ചരിത്രം പറയാനുണ്ടെങ്കിൽ തെക്കേ ഇന്ത്യയിലെ മധ്യകാല രാജവംശമായിരുന്ന കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കേന്ദ്രമായിരുന്നു ഗോൽക്കൊണ്ട ഫോർട്ട്. ഇത് സ്ഥിതി ചെയ്യണത് തെലങ്കാനയിലെ ഹൈദരാബാദ് ജില്ലയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യണത്. 120 മീറ്റർ, അതായത് 390 അടി ഉയരമുള്ള ഒരു ഗ്രാനൈറ്റ് കുന്നിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. തുടർന്ന് ഗോൽക്കൊണ്ട കേന്ദ്രമാക്കി ഹൈദരാബാദ് ഭരിച്ച കുത്തബ് ഷാഹി രാജവംശമാണ് കോട്ടയ്ക്ക് ഇന്ന് കാണുന്ന രൂപം നൽകിയത്. ടിക്കറ്റ് ആരംഭിക്കലാമാ? അനീഷേട്ടനെ കൈഡ് പുള്ളി ചോദ്യം ഒന്നും വേണ്ടല്ലോ അനീഷേട്ടാ. ആദ്യം ഒരു 10 റൈറ്റ് കാണാൻ പറ്റും. റൈറ്റ് കയറി വരുമ്പോൾ ഒരു ബീരങ്കിക്ക് ഇനി കോട്ടയുടെ പ്രത്യേകതകൾ. 400 അടി ഉയരമുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഗോൽക്കൊണ്ട കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഇസ്ലാമിക ഹിന്ദു വാസ്തുവിദ്യയുടെ മനോഹരമായ സമന്വയത്തിന്റെ ഉദാഹരണമാണ് ഈ കോട്ട. കോട്ടയുടെ മതിലുകൾക്ക് 87 കൊത്തളങ്ങളും 8 കവാടങ്ങളും 60 അടി വരെ ഉയരവുമുണ്ട്. രാജകുമാരിമാരുടെയും രാജ്ഞിമാരുടെയും മനോഹരവും വിശാലവുമായ വിശ്രമുറികളും ഈ കോട്ടയിൽ കാണാൻ സാധിക്കും. ഗോൽക്കൊണ്ട ഫോർട്ടിൽ നടക്കുന്ന ഞങ്ങൾ ടാനടിച്ച് ചാകുന്ന റിനു ചേട്ടാ.
വിഭജന വീതിയിൽ കൂടെ ഇനി 7 കിലോമീറ്റർ കൂടി നടക്കണം. അപ്പോഴാണ് നമ്മുടെ ഡെസ്റ്റിനേഷനായ ഗോൾക്കൊണ്ട ഫോർട്ടിന്റെ ടോപ്പ് സൈഡിലെത്തുള്ളൂ. ടോപ്പാണ് ലക്ഷ്യം. പിന്നെ പകുതി കയറി, ഇത്രയും കയറി, ഇത്ര സ്റ്റെപ്പ് കയറി പകുതി എത്തിയിട്ടുള്ളു. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് ഹൈദരാബാദ് സിറ്റിയുടെ പകുതി ഭാഗം കണ്ട്. ഇനി നമുക്ക് ഈ വഴി പൊക്കത്തോട്ട് കയറാം. എല്ലാ ഞായറാഴ്ച പള്ളി പോണ വ്യക്തിയാണ്. തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയ കാണാൻ ഒരു വെളുക്ക് പോലെ കാണാം. അമർദ്വീപ് എന്ന് പറയും. തെലങ്കാന രൂപീകരണത്തിനായി പിന്നെ രക്തസാക്ഷികളായ അവരുടെ സ്മാരകത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അമർദ്വീപ് എന്ന് പറഞ്ഞ വെളുക്ക ആകൃതിയുള്ള സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ്. 1600 ടൺ മെറ്റൽ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ്. ഏകദേശം 175 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചത് അമർദ്വീപമാണ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് പിന്നെ ലൂമിനി പാർക്ക് വരുന്നത്. നമ്മൾ അങ്ങോട്ട് ഇനി തിരിച്ചു വരും. ഇത് ഹൈദരാബാദിലെ ഉസൈൻ നഗർ തടാകക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 125 അടി ഉയരമുള്ള പ്രതിമയാണ്. ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതിമകളിൽ ഒന്നാണ്. ഈ കാണുന്നതാണ് ഹൈദരാബാദിലെ അമർദ്വീപം. ഇത് തെലങ്കാന സംസ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ ജീവൻ ബലിയർപ്പിച്ച 369 വിദ്യാർത്ഥികളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.
ഹുസൈൻ സാഗർ തടാകക്കരയിൽ ഒരു വലിയ മൺചിരാതിന്റെ ആകൃതിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ സ്മാരകം ലോകത്തിലെ ഏറ്റവും വലിയ ടൈലുകളില്ലാത്ത സ്റ്റീൽ സ്മാരകമാണ്. വീഡിയോയാ